അങ്ങനെ നിവിൻ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പോൾ എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഐപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചു പൊളിക്കാം. ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതാണ്: മിഡ് വീക്ക് എവിക്ഷനിലൂടെ നെവിൻ പുറത്തായി. സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നെവിൻ പുറത്തായോ? സത്യത്തിൽ എൻ്റെ ഒരു അറിവിൽ ഞാൻ കളക്ട് ചെയ്ത ന്യൂസൊക്കെ വെച്ചൊക്കെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ്, ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള ന്യൂസൊക്കെ വെച്ച് നോക്കുമ്പോൾ നെവിൻ അങ്ങനെ പുറത്തായിട്ടില്ല. നെവിൻ ടോപ്പ് 5 ഉണ്ട്. സത്യം പറഞ്ഞാൽ നെവിന് വൻ കൂറ്റൻ ഓട്ടം എന്ന് പറയണം. നല്ല രീതിയിലുള്ള വോട്ട് നെവിന് കിട്ടുന്നുണ്ട്. നെവിൻ അതിനു മാത്രം കണ്ടന്റ് ഈ 2 ആഴ്ചയായിട്ട് കൊടുത്തിട്ടുമുണ്ട്. നല്ല സ്ക്രീൻ സ്പേസ് കൊണ്ട് നല്ല വോട്ടും കയറുന്നുണ്ട്. ഈ നമ്മുടെ ഈ പോളുകൾ ചാനലിലൊക്കെ വരുന്ന ആ വോട്ടുകൾ നിങ്ങൾ നോക്കണ്ട. എന്നിരുന്നാലും നെവിൻ തട്ടിമുട്ടിന്നല്ല, നെവിൻ എങ്ങനെ കളിച്ചാലും ലാസ്റ്റ് വോട്ടിംഗ് അവസാനിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നെവിൻ ഉറപ്പാണ് സേവ്ഡ് ആവും. ഇപ്പോഴും നെവിൻ വലിയ ഡേഞ്ചർ സോണിലൊന്നും അല്ല നിൽക്കുന്നത്. നെവിൻ ഓക്കെ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നെവിൻ എന്തായാലും ഈ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താകത്തില്ല എന്ന് തന്നെ പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, പോകത്തില്ല. ഇനി അപ്പോൾ ആരായിരിക്കും പോകുന്നതെന്ന് അടുത്ത ചോദ്യം. അതായത് ആദിലയാണ് ഈ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താകുന്നത് എന്ന് 100 അല്ല 210% ഉറപ്പ് ഞാൻ തരാം. അഥവാ ആദില പുറത്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് എന്ത് കമൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. സത്യം പറയുവാണ്, അത്ര ഗ്യാരണ്ടിയോടെ ഞാൻ പറയുന്നത് ഇപ്രാവശ്യം മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താകുന്നത് ആദില തന്നെയാണ്. പിന്നെ എനിക്ക് പിന്നെ ഒരു ഡൗട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയും അക്ബറുമാണ് ഇപ്പോൾ കുറച്ച് താഴ്ന്നു നിൽക്കുന്നത്. അപ്പോൾ ടോപ്പ് 5 ആണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ടോപ്പ് 5 ആള് അപ്പോൾ 2 പേര് എക്സ്ട്രാ ആണല്ലോ. അപ്പോൾ ഈ 2 പേര് എന്തായാലും ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് കളയും. എന്നാൽ മാത്രമേ ആ ഗ്രാൻഡ് ഫിനാലെ ടൈമിൽ ബിഗ് ബോസിന് ആവശ്യമുള്ള പോലെ ടോപ്പ് 5 ആൾക്കാരെ കയറ്റാനും ഇറക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിലെ ചിലപ്പോൾ ആദ്യം പുറത്താക്കും. എനിക്ക് തോന്നുന്നു ഇന്നാണ് പുറത്താക്കുന്നത്. അതായത് നമുക്കൊരു ദിവസം ഡിലേ ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഇന്ന് പുറത്താക്കുവാണെങ്കിൽ നാളെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നാളെ ആദിലെ ഈ വീട്ടംഗങ്ങളുടെ കൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. പിന്നെ അക്ബറിനെ വേറെ ഏതെങ്കിലും ഒരു മോഡലിൽ ശനിയാഴ്ച പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. അല്ല, ചിലപ്പോൾ ഡബിൾ എവിക്ഷനായിട്ട് 2 പേരെയും ഒരേ സമയത്ത് ഒരുമിച്ച് ബിഗ് ബോസ് വീട്ടിൽ റീ എൻട്രി ചെയ്ത ആൾക്കാരുടെ കൂടെ ഇറക്കി വിടുന്നതും ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് 100% ഉറച്ചു വിശ്വസിക്കാം, നെവിൻ പുറത്താകുന്നില്ല. അപ്പം അതോർത്ത് നിങ്ങൾ ആരെയും നെവിന് വോട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. അതേപോലെ തന്നെ പുറത്താകുന്നത് ആദിലയും അക്ബറും തന്നെയാണ്. അപ്പോൾ ആദിലയ്ക്കും അക്ബറിനും വോട്ട് ചെയ്യാണ്ടിരിക്കേണ്ട കേട്ടോ, വോട്ട് ചെയ്തോ. പക്ഷെ നാളെ പുറത്താകാൻ പോകുന്നത് ഇവർ തന്നെയാണ്. പക്ഷെ ഇന്ന് തന്നെ എവിക്ഷൻ നടന്നിട്ടുണ്ടാവും, പുറത്തായിട്ടും ഉണ്ടാവും കേട്ടോ. ഇനി എന്തായാലും ആദ്യം തന്നെ ബിഗ് ബോസ് വീടിനോട് പടിയിറങ്ങിയിട്ടുണ്ടാവും. 100യുടെ വക ഒരു കരച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും അക്ബർ അതൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പിടിച്ച അക്ബറേയും പുറത്താക്കുന്നത്. ചിലപ്പോൾ ഉച്ചയ്ക്ക് പിടിച്ച ആദിലെ പുറത്താക്കിയിട്ട് രാത്രി അക്ബറെ പുറത്താക്കാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയാണ്, 2 പേരാണ് പുറത്താകുന്നത്, ആദിലയും അക്ബറും. നെവിൻ പുറത്താകുന്നില്ല. ഇല്ല. നിങ്ങൾ ആരും ഫേക്ക് ന്യൂസൊക്കെ വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകല്ലേ കേട്ടോ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ അടിച്ചു പൊട്ടിക്കുക കേട്ടോ.